Yes, good morning, Jubilants. Good morning. Okay, myself Dr. Deepak Satyadas. അപ്പോൾ ഞാൻ ഇന്ന് നെറ്റ്വർക്ക് എഡ്യൂക്കേഷൻ എഡ്യൂസിലോട്ട് എടുക്കാൻ പോകുന്നത് ചെറിയൊരു സിമ്പിൾ കൺസെപ്റ്റാണ്. നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാവും, അതുപോലെ നമ്മളെ വിസിറ്റേഴ്സിനെ എല്ലാവർക്കും ഈസിയായിട്ട് മനസ്സിലാവുന്ന ഒരു കൺസെപ്റ്റാണ്. സോ ഇതാണ് ഫസ്റ്റ് സ്ലൈഡ്. ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഹണ്ടറാണ്, വേട്ടക്കാരൻ. സോ ഇവരെ യൂഷ്വലി എന്ത് ചെയ്യും? ഒരു കാട്ടിൽ പോയി ഹണ്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഇരയെ കിട്ടി അവർ വീട്ടിൽ കൊണ്ടുപോയി സുഖമായിട്ട് ഭക്ഷിച്ച് കഴിക്കുന്നു. അതാണ് ഹണ്ടേഴ്സ്. നമ്മളെ ബിസിനസ് തീവ്രമായിട്ട് അഗ്രസീവായിട്ട് ചെയ്ത് വിജയം കൈവരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഹണ്ടർ എന്ന് പറയുന്നത്. അതേസമയം ഇത് ഫാർമർ. അവര് ഒരു സ്ഥലമൊക്കെ എടുത്ത് സമയം കൊടുത്ത് കുറച്ചായിട്ട് അതിന് വർക്ക് ചെയ്ത് അതിന് റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഫാർമർ. ഇതിൽ ആരാണ് കൂടുതൽ അഗ്രസീവായിട്ട് പെട്ടെന്ന് വിജയം കൈവരിക്കുന്ന ആൾക്കാരിൽ നിന്ന് കൈവക്കാൻ പറ്റുമോ? തീർച്ചയായും. അത് നമ്മൾ കോൺഫിഡൻസ് വേണം. അത് ചെയ്യണമെങ്കിൽ നല്ല കോൺഫിഡൻസ് വേണം. നമുക്ക് നല്ല കൈവക്കിക്കോളൂ, കുഴപ്പമില്ല. മാക്സിമം എത്ര പേരുണ്ട് നോക്ക്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഹണ്ടർ ആണെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ആണ്, ഇന്ന് തന്നെ വിജയം കിട്ടും, ഇന്ന് നാളെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഹണ്ടർ. അതിന് ഫാമേഴ്സ് ആരൊക്കെ ഉണ്ട്? മെല്ലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ബിസിനസ് ഉയർത്തിയെടുക്കുക എന്നുള്ള കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ ഫാമർ. ഓക്കെ, അത് രണ്ടും ഉണ്ട് അല്ലേ? തീർച്ചയായും രണ്ടും നമുക്ക് വേണം. പക്ഷെ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ BNI എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഫാമിംഗ് റിലേഷൻഷിപ്പ് ബ്രിങ്സ് സസ്റ്റൈനബിൾ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിംഗ് റിലേഷൻഷിപ്പാണ്. നമ്മുടെ റിലേഷൻഷിപ്സ് കുറച്ചായിട്ട് അതിൽ ഇട്ട് കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുക, കറക്റ്റ് അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള വിജയം കിട്ടും. അത് സസ്റ്റൈനബിൾ ആയിരിക്കും. സസ്റ്റൈനബിൾ പറഞ്ഞാൽ കുറെ കാലത്തേക്ക് നമുക്ക് നിൽക്കും. ഇന്ന് കിട്ടി, നാളെ കഴിഞ്ഞു അടുത്ത വട്ടം പിന്നെ കിട്ടണമെന്നില്ല. പക്ഷേ ഫാമിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ട് റെഫറൻസ്, കണ്ടിന്യൂസ് ആയിട്ട് റെഫറൻസ് വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ BNI വിട്ടുപോയാലും ചിലപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് കിട്ടും. അങ്ങനത്തെ ആൾക്കാർ നമുക്ക് അറിയാം ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പോയിന്റ്സ് അതാണ്. 100 മൈൻഡ് സെറ്റ് വേണം. ഫോക്കസ് ഓൺ ഇമ്മീഡിയറ്റ് ബിസിനസ്. നമുക്ക് ഇന്നലെ ബിസിനസ് വേണം. ആസ്ക് ഹു ക്യാൻ ബൈ ഫ്രം മീ ടുഡേ ആൻഡ് സീക്സ് ക്വിക്ക് വിൻസ്. ഷോർട്ട് ടേം കണക്ഷൻസ് ആണത്. അങ്ങനത്തെ കണക്ഷൻസ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് നേരെ ഫാമിംഗിലേക്ക് പോവുക. ഫോക്കസ് ഓൺ ബിൽഡിംഗ് റിലേഷൻഷിപ്പ്. നമ്മൾ ബിസിനസ് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് പരിചയപ്പെടുക, ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് മെല്ലെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അല്ലാതെ ഒരിക്കലും കണ്ടു ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നത്, എനിക്ക് എന്റെ കാര്യം, അപ്പൊ എന്തെങ്കിലും റെഫറൽ ഉണ്ടെങ്കിൽ ഇന്നെ പറയണേ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് പ്രതീക്ഷിക്കുന്നത് കുറയ്ക്കാതെ നമ്മൾ കൂടുതലും അവരായിട്ട് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. നല്ല രീതിയിൽ കണക്ഷൻസ്. അതിനെ കുറച്ച് സമയം എടുക്കും നമുക്ക്. ഡെഫിനറ്റ്ലി ഇവിടെയുള്ള 1 ഇയർ കഴിഞ്ഞ് എല്ലാവർക്കും അറിയാം. ആ ടൈം എടുത്ത് സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ ബിസിനസ് മെല്ലെ ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ? എനിക്ക് എന്ത് റെഫറൽ കിട്ടണം എന്നുള്ളതല്ല, നമുക്ക് എന്ത് ഹെൽപ്പാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക. ഫസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക, ബിസിനസ് കൊടുക്കുക അങ്ങോട്ട്. ഇതിന് ഈ ടേക്ക് അവേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നെറ്റ്വർക്ക് ഈസ് നോട്ട് അബൌട്ട് ഹണ്ടിങ് ഫോർ ലീഡ്സ്, ഇറ്റ്സ് അബൌട്ട് ഫാമിംഗ് റിലേഷൻഷിപ്പ് ദാറ്റ് ബ്രിങ് എൻലെസ് ഹാർവെസ്റ്റ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർവെസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, മുന്നോട്ട് പോവുക. സോ ഇന്നിപ്പോൾ വിസിറ്റേഴ്സായി വന്നവർക്ക് ഏകദേശം ഹണ്ടേഴ്സ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അവരിന്ന് വന്നു, നാളെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ബിസിനസ് കണക്ഷൻ എന്താണെന്ന് മനസ്സിലാവില്ല. സോ ഇതിൽ നമ്മുടെ മെമ്പറായിട്ട് മാറുക, നമ്മുടെ ഫാമിലിയിൽ വരിക, നമ്മുടെ കൂടെ ഇരുന്ന് ഫാമിംഗ് ചെയ്യുക, ഹാർവെസ്റ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി യു വിൽ ബ്രിങ് സക്സസ്. താങ്ക് യു.